നിലയ്ക്കാത്ത നാഴികയിൽ ഏതൊരു മനുഷ്യൻ്റെയും മുൻപിൽ എത്തുന്ന ഒരതിഥിയാണ് മരണദൂതൻ. ലൂക്കോസ് 16:19 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളിൽ ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ചും ദരിദ്രനായി വ്രണം നിറഞ്ഞ ലാസറിനെക്കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും കാണുന്നുണ്ട്. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി. അതിനിടയ്ക്ക് ആ മരണദൂതൻ വരുന്നത്. എനിക്ക് അല്പം കൂടെ സമയം വേണം, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിർവഹിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു ക്ഷമയുമില്ല. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരെ വിട്ടുപിരിയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴേ വേണ്ട എന്ന് പറഞ്ഞാൽ മരണദൂതൻ്റെ മുമ്പിൽ യാതൊരു കരുണയുമില്ല, മനസ്സലിയുമില്ല, വിട്ടുവീഴ്ചയുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. പലതും പാതി വഴി കിടക്കുന്നു, അതെല്ലാം ഇട്ടേച്ച് പോലെ അത് തീർക്കാൻ ആരുമില്ല എന്ന് മരണദൂതൻ്റെ മുമ്പിൽ അപേക്ഷ കഴിച്ചാൽ അവിടെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, കരുണയുമില്ല, മനസ്സലിയുമില്ല. ഓർക്കണം, ഞാനൊരു ഉദാഹരണം പറയാം. ദൈവവചനത്തിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യന് നിലം നന്നായി വിളഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയമാകപ്പാടെ അഹങ്കരിച്ചു. അവനാകപ്പാടെ അങ്ങ് പരിഭ്രമമായി. ഇനി ഞാൻ എന്തു ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ അറയെല്ലാം പൊളിച്ച് അത് വലുതായി വിശാലതയിൽ പണിത് എൻ്റെ ഈ ധാന്യമെല്ലാം അതിനകത്ത് നിറച്ചു വെക്കും. എന്നിട്ട് തന്നോട് തന്നെ അവൻ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ ഹൃദയത്തിന് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടു, മൂടാ, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവിൻ്റെ നിത്യത എവിടെ ചെലവഴിക്കും? ഇന്ന് നീ മരിച്ചാൽ നീ സ്വരൂപിച്ച വ്യക്തിയൊക്കെ ആർക്കാകും എന്നൊരു ശബ്ദം അവൻ കേൾക്കാനിടയായി. ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കർത്താനുവദനം പറഞ്ഞ് ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം അറിയായ്മയുടെ കാലങ്ങളിൽ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം എല്ലാവരും കൽപ്പിക്കുന്നു. ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ താൻ ഒരു ചിന്തയുമില്ലാതെ ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്ന ആളാണെങ്കിൽ, ദൈവഭയമില്ലാതെ താങ്കൾ ഏത് കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്നും നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? പിന്മാറ്റത്തിലേക്ക് പോയൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളോടൊരു ചോദ്യം, ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെ ചെലവഴിക്കും? നാം ഓരോരുത്തരും ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ കാര്യം തീർക്കുന്ന ആൾ നീ ധൈര്യത്തോடு നിൽക്കുമോ? നിന്റെ കാര്യങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ചിന്തയ്ക്ക് വിഷയിക്കാം, മാനസാന്തരപ്പെടാം. യുവജനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ.